ഹലോ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പോൾ ആ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സാനിയെ റെഡിയാക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് യൂണിഫോം ഇട്ടിട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ണൊക്കെ എഴുതി കൊടുത്ത് പിന്നെ അവൾക്ക് തലേദിവസം തന്നെ ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊടി, മുടിയുണ്ട്, കയ്യിലിടാനുള്ള ഹെയർ ബാൻഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ അവൾ. അതിനുശേഷം മുടിയൊക്കെ കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് 2 പുറം കെട്ടിക്കൊടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ 1 പുറം കെട്ടിക്കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിലേക്ക് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, അടുത്ത് തന്നെയാണ് സ്കൂൾ വരുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ട് അപ്പോൾ കുട്ടികളും അമ്മമാരൊക്കെ എല്ലാവരും വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. കുട്ടികളിതാ കൊടിയുടെ പരിപ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ ആ പതാകയുടെ ഉയർത്തിയിട്ടോ. അങ്ങനെ പത്തിയും പോലെ അത് ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷം നമുക്ക് ലഡുവൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അംഗനവാടിയിലേക്ക് പോയി. അപ്പോൾ അംഗനവാടിയത്തെ കൊടി ഉയർത്തിൽ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോഴേക്കും അവിടെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ അംഗനവാടി വരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ആ ടീച്ചർ ആ മുട്ടായൊക്കെ തന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ച് നേരെ സ്കൂളിലേക്ക് തന്നെ വന്നു. അങ്ങനെ കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ ട്രോഫി കൊടുക്കലും പിന്നെ അമ്മമാർ മത്സരത്തിൽ പങ്കെടുത്തിട്ട് കിട്ടിയതിൻ്റെ ട്രോഫി കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുട്ടികളെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം കുട്ടികൾക്ക് പായസമൊക്കെ കൊടുത്തു. പിന്നെ ഞാനും ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ടോ. പിന്നെ അമ്മയ്ക്കുള്ള ഞങ്ങളത് കൊണ്ടുവരികയും ചെയ്തു. പത്രമുള്ളൂ. ടാറ്റാ.